അതോടൊപ്പം സാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തവും കൂടി സാക്ഷിയാവുകയാണ് ഇന്നത്തെ യജ്ഞം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ജില്ലയുടെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ പറ്റിയൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ബഹുമാനായ എച്ച്.എമ്മോടെ സൂചിപ്പിച്ചു. അദ്ദേഹം പ്രിൻസിപ്പാളായാലും ഇവിടുത്തെ കുട്ടികളായാലും നല്ലൊരു അച്ചടക്കമുള്ള കുട്ടികളാണ്. ഇന്ന് ഞാൻ 3 വിദ്യാലയങ്ങൾ കഴിഞ്ഞ് ഇത് 4ാമത്തെ വിദ്യാലയമാണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വ്യത്യസ്തമായ അനുഭവമാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം അവിചാരിതമായിട്ട് എൻ്റെ പിറന്നാൾ ഇവിടെ പ്രതീക്ഷിക്കാതെ എന്തോ ഒരു ഡേറ്റ് അവിടെ എഴുതിയിട്ടാകുമ്പോൾ അങ്ങനെ പിറന്നാളൊന്നും ആഘോഷിക്കുന്ന ഒരു വ്യക്തിയല്ല. അന്നത്തെ ഡേറ്റിൻ്റെ പ്രാധാന്യം കണ്ടിട്ടാകുമ്പോഴാണ് പെട്ടെന്ന് ഈ ഡേറ്റ് എൻ്റെ ജന്മദിനമാണെന്ന് ഓർക്കുകയും ഇവിടെ അത് പറഞ്ഞപ്പോൾ ടീച്ചറും അതുപോലെ തന്നെ എല്ലാവരും ഏകദേശം പുതുമയിൽ എൻ്റെ കൂടെ കുറേ കാലം വർക്ക് ചെയ്ത ടീച്ചേഴ്സ് സഹപ്രവർത്തകരാണ്. ഉടനെ ഒരു കേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് അത് ആ പിറന്നാൾ ദിനത്തിൽ എൻ്റെ ഓഫീസിൽ പോലും ആരും അറിയില്ല, വീട്ടിലും അറിയില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു അത് എൻ്റെ പിറന്നാൾ കഴിഞ്ഞ വർഷം കുട്ടികളുടെ കൂടെ, അതും ചിലപ്പോൾ ആദ്യമായിട്ട് ഉദുമയിൽ ഞാൻ 22 വർഷം ബയോളജി അധ്യാപകൻ, 6-7 വർഷം എച്ച്.എം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും ഇല്ലാത്ത ഒരു സ്നേഹമാണ് ഈ GHS കാസർഗോഡിൻ്റെ മണ്ണിൽ എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം സബ് ജില്ലാ കലോത്സവം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് സമയത്തൊരു ആദരിക്കലുണ്ട്. വരണം എന്ന് ഉഷ ടീച്ചർ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അനാരോഗ്യം കാരണം എനിക്ക് വരാൻ പറ്റാത്ത, കലോത്സവം അടക്കം നടക്കുമ്പോൾ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാൻ ടീച്ചറോട് പറഞ്ഞു ഞാനൊരു ദിവസം വന്നിരിക്കും ടീച്ചറെ. അത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആ ദിനത്തിലായിരിക്കും. അങ്ങനെയാണ് ഈ വർഷം അറിഞ്ഞുകൊണ്ട് എൻ്റെ സർവീസിലിരിക്കെ 56 വയസ്സാണ് സർക്കാർ സർവീസിലെ റിട്ടയർമെൻറ്റ്. അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് രാവിലത്തെ വായന. എല്ലാ കുട്ടികളും രാവിലെ എഴുന്നേറ്റ് വായിച്ച് കൃത്യമായ ടൈം ടേബിൾ പ്രകാരം ഓരോ വിഷയത്തിനും ഇത്ര 3 മാസത്തിൽ ഇതിന് നേതൃത്വം നൽകുന്ന എച്ച്.എം ചിലപ്പോൾ നിങ്ങളോട് കുറച്ച് കർശനമായിട്ട് ചില സമയത്ത് പറഞ്ഞാലും അവരെ എല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോകുവാനുള്ള ആ കഴിവ് അത് വളരെ ഇതാണ്. നമുക്ക് ഈ വിദ്യാലയത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഈ വിദ്യാലയത്തെ മുന്നോട്ടേക്ക് നയിക്കുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഇവിടുന്ന് തൽക്കാലം ഇവിടെ പറയും.